അൽ വഹദത്തുൽ ഖാമിസ, അഞ്ചാമത്തെ യൂണിറ്റ്. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ കുട്ടികളെ, ഇന്ന് നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ 5ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം പഠിക്കാം. 4 യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 5ാമത്തെ യൂണിറ്റ്. എന്താണ് 5ാമത്തെ യൂണിറ്റിന്റെ പേര്? അൽ ആലമുൽ അജീബു. അൽ ആലമുൽ അജീബു, അത്ഭുതകരമായ ലോകം. അൽ ആലം എന്ന് പറഞ്ഞാൽ എന്താ? ലോകം. അൽ അജീബു എന്ന് പറഞ്ഞാലോ? അത്ഭുതകരമായ. അൽ ആലമുൽ അജീബു, അത്ഭുതകരമായ ലോകം എന്നാണ് 5ാമത്തെ യൂണിറ്റിന്റെ പേര്. ഇതിലെ 1ാമത്തെ പാഠം നമുക്ക് നോക്കാം. വസൽതു ഇലാ വിജ്ഹതി എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സാധനം ആകാശത്തു കൂടെ വരുന്നുണ്ടല്ലേ? അതെന്താണ്? അതാണ് ഡ്രോൺ അല്ലേ? ഈ ഡ്രോൺ എന്തിനാണ് വരുന്നത് എന്നത് നമുക്ക് 2ാമത്തെ പാഠത്തിൽ പഠിക്കാം. 1ാമത്തെ പാഠത്തിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടി നോക്കാം. അൽ ഇൽമു ബഹറുൻ എന്നാണ് പാട്ടിൻ്റെ പേര്. എന്താ പേര്? അൽ ഇൽമു ബഹറുൻ, വിജ്ഞാനം കടലാണ്, അറിവ് കടലാണ്. അറിവില്ലേ, നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ, അറിവുകൾ അല്ലേ, അത് കടൽ പോലെയാണ്. ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകളൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. അൽ ഇൽമു ബഹറുൻ വാസിഉൻ, പാടി നോക്കാം. അൽ ഇൽമു ബഹറുൻ വാസിഉൻ വകുല്ലുഹു മനാഫിഉ. നിങ്ങൾ കൂടെ പാടണം. അഅരിഫു ബിൽ അസ്റാരി മാ ഗാബ മിൻ അസ്റാരി വഉസ്ലിഹുൽ അഖ്താഅ ലംസൻ കമാ അശാഉ വഅഹ്സിബുൽ അർഖാമ ഫീ ദിഖ്ഖത്തിൽ ഇഹ്കാമി വലൻ യകൂന ഫീ ഗദി സഅബുൻ ബിഐനി ഔ യദി. അൽ ഇൽമു ബഹറുൻ വാസിഉൻ വകുല്ലുഹു മനാഫിഉ. നിങ്ങൾ നല്ല ഈണത്തിൽ ഇത് ചൊല്ലി നോക്കുക. ഇനി ഇതിൽ എന്താണ് പറയുന്നത്? ഇൽമിനെ കുറിച്ച്, അറിവിനെ കുറിച്ചാണ് പറയുന്നത്. അറിവ്, ഒരുപാട് അറിവുകളുണ്ട് അല്ലേ? ആ അറിവുകളൊക്കെ നമ്മൾ നേടിയെടുക്കണം എന്നാണ് ഈ കവിതയിലുള്ളത്. ഇനി അടുത്ത പേജിൽ എന്താണ് ഉള്ളത്? ഒരു പട്ടിക കൊടുത്തത് കാണാം അല്ലേ? കുറേ കോളങ്ങളോട്ട്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഐന്, യാ, ഹംസ, മീം എന്നീ അക്ഷരങ്ങൾ 1ാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് കാണാം അല്ലേ? ആ 1ാമത്തെ കോളത്തിലുള്ള ആദ്യത്തെ വരിയിലെ അക്ഷരം ഏതാണ്? ഐനാണ്. അതിൻ്റെ നേരെയുള്ള വാക്കുകൾ വായിച്ചു നോക്കൂ. 1ാമത്തത് വാസിഉൻ, 2ാമത്തത് മനാഫിഉ അല്ലേ? അത് എവിടെ നിന്നാണ് കിട്ടിയത്? വാസിഉൻ, മനാഫിഉ എന്നീ വാക്കുകൾ ഈ പാട്ടിലെ ആദ്യത്തെ വരിയിലുള്ള അവസാനത്തെ വാക്കുകളാണ് അതല്ലേ? എന്താ? വാസിഉൻ. പിന്നെ ഇവിടെ മനാഫിഉ. ഈ 2 വാക്കുകളുടെയും അവസാനത്തെ അക്ഷരം ഐനാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ബാക്കിയുള്ള അക്ഷരങ്ങളുണ്ട് അല്ലേ? യാ, ഹംസ, മീം. ഈ 3 അക്ഷരങ്ങൾ കൊണ്ടും അവസാനിക്കുന്ന വാക്കുകൾ ഈ കവിതയിൽ നിന്നും കണ്ടെത്തണം. എന്നിട്ട് അതിവിടെ എഴുതണം. ആദ്യം യാ കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കവിതയിലുള്ളത് എന്ന് നോക്കാം. ഇവിടെ ഉണ്ടല്ലേ ഈ വരിയിലെ വലൻ യകൂന ഫീ ഗദി. അപ്പോൾ ഗദി എന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം യാ ആണ്. അതേപോലെ ഇവിടെയോ യദി എന്നൊരു വാക്കുണ്ടല്ലേ, അതിൻ്റെയും അവസാനത്തെ അക്ഷരം യാ ആണ്. അപ്പോൾ ആ 2 വാക്കുകളുമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇവിടെ ഗദി എന്ന് എഴുതുക, ഇവിടെ യദി എന്നും എഴുതുക. ഈ കവിതയുടെ അവസാനത്തെ വാക്കുകളൊക്കെ ഒരേപോലെ ആയിരിക്കും ഉണ്ടാകുക അല്ലേ? 1ാമത്തെ വരിയിൽ വാസിഉൻ മനാഫിഉ, 2ാമത്തെ വരിയിലോ അസ്റാരി അസ്റാരി, 3ാമത്തെ വരിയിലോ അഖ്താഅ അശാഉ, 4ാമത്തെ വരിയിൽ അർഖാമ ഇഹ്കാമു. ഓക്കെ, അങ്ങനെ. ഇനി ഹംസ കൊണ്ട് അവസാനിക്കുന്ന വാക്കുകളാണ് നമ്മൾ ഇവിടെ 2 ഭാഗത്തും എഴുതേണ്ടത്. ഹംസ കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഉണ്ടോ ഈ വരി അല്ലേ? വഉസ്ലിഹുൽ അഖ്താഅ, അഖ്താഅ എന്ന വാക്ക്. പിന്നെയോ ലംസൻ കമാ അശാഉ, അശാഉ എന്ന വാക്ക്. 2ൻ്റെയും അവസാനത്തെ അക്ഷരം ഹംസയാണ്. അതുകൊണ്ട് ആ 2 വാക്കുകളും ഇവിടെ എഴുതുക. അഖ്താഅ, അശാഉ. ഇനി മീം കൊണ്ട് അവസാനിക്കുന്ന വാക്കുകളാണ് കണ്ടെത്തേണ്ടത്. അത് നോക്കാം. ഇവിടെ ഉണ്ടല്ലേ
വഅഹ്സിബുൽ അർഖാമ. അർക്കാം എന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരം മീമാണ്. പിന്നെയോ അതിന്റെ നേരെ നോക്കിയാൽ കാണാം ഇഹ്കാമി അല്ലേ, ഫീ ദിഖ്ഖത്തിൽ ഇഹ്കാമി. അപ്പോ അർക്കാം എന്ന വാക്കും ഇഹ്കാം എന്ന വാക്കും ഇവിടെ എഴുതുക. അർക്കാം, ഇഹ്കാം. ഓക്കെ, ഇനി ഇവിടെ വായിച്ചു നോക്കൂ. യദുൻ, ബൈത്തുൻ, കുർസിയുൻ, ജുന്തിയുൻ എല്ലാം യാ ആണ്. യാ ആദ്യം എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ബാ എഴുതുന്ന പോലെ. യാ മധ്യത്തിൽ എഴുതുമ്പോഴും അങ്ങനെ തന്നെ അല്ലേ, ബാ എഴുതുന്ന പോലെ എഴുതണം. എന്നാൽ യാ അവസാനം എഴുതുമ്പോഴോ ഇങ്ങനെ എഴുതണം. യാ അവസാനം കൂട്ടാതെ ഒറ്റക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. അതേപോലെ യാ നിങ്ങൾ എഴുതി പഠിക്കണം. ഇവിടെ യാന് നിറം കൊടുക്കാം. യാ ഇവിടെയോ യാ കൊണ്ട് തുടങ്ങുന്ന കുറച്ച് വാക്കുകളുണ്ട് അല്ലെ, യാ ഉള്ള വാക്കുകൾ. ഒന്നാമത്തത് യംബൂൻ, അതിവിടെ യംബൂൻ എന്ന് കൂട്ടി എഴുതുക. പിന്നെയോ ഹൈവാനുൻ, അതും ഇവിടെ കൂട്ടി എഴുതുക. സ്വബിയുൻ, അതും ഇവിടെ കൂട്ടി എഴുതുക. ഓക്കെ, ഇനി ഇതാ ഇവരുടെ വീട്. ആരൊക്കെയാണ് ഈ കുട്ടികൾ? ഇവനാണ് ഫവാസ്. ഫവാസിൻ്റെ അനിയത്തിയാണ് ഫാത്തിമ. ഇവരുടെ ഉമ്മയാണിത്. ഒരിക്കൽ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമ ഉമ്മയോട് പറഞ്ഞു. എന്താ പറയുന്നത്? വായിച്ചു നോക്കൂ. മാമ അബ്ഗി ബഅദൽ ലുഅബാത്ത്. മാമ എന്ന് പറഞ്ഞാൽ ഉമ്മ. ഉമ്മ അബ്ഗി ബഅദൽ ലുഅബാത്ത്, എനിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ വേണം. അബ്ഗി എനിക്ക് വേണം, ബഅദൽ ലുഅബാത്ത് കുറച്ച് കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഫാത്തിമ ഉമ്മയോട് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറയുകയാണ്, ഇതാണ് ഉമ്മ പറയുന്നത്, നസ്തരിഹ മിനസ്സൂഖി മസാഅൻ ഇൻഷാ അല്ലാഹ്. നമുക്കത് വൈകുന്നേരം മാർക്കറ്റിൽ നിന്നും വാങ്ങാം. നസ്തരിഹ നമുക്കത് വാങ്ങാം, കളിപ്പാട്ടങ്ങൾ നമുക്ക് വാങ്ങാം. മിനസ്സൂഖി എവിടെ നിന്നും? സൂഖിൽ നിന്നും. സൂഖ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങാടി, മാർക്കറ്റ്. അങ്ങാടിയിൽ നിന്നും വാങ്ങാം. എപ്പോൾ? മസാഅൻ വൈകുന്നേരം. നമുക്ക് വൈകുന്നേരം അങ്ങാടിയിൽ നിന്നും വാങ്ങാം എന്ന് പറഞ്ഞു ആര്? ഉമ്മ. അപ്പോൾ നമ്മുടെ ഫവാസ് പറയുകയാണ്, മാമ ഉമ്മ ലിമ നദ്ഹബു ഇല സൂഖി, നമ്മൾ എന്തിനാണ് അങ്ങാടിയിൽ പോകുന്നത്? നസ്തരി മിൻ ഹുന, നമുക്കത് ഇവിടെ നിന്ന് വാങ്ങിക്കൂടെ? അങ്ങാടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഉമ്മ, നമുക്ക് ഇവിടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വാങ്ങാം എന്നാര് പറഞ്ഞു? ഫവാസ് പറഞ്ഞു. ഫവാസ് എന്താ പറഞ്ഞത്? മാമ ഉമ്മ ലിമ നദ്ഹബു, നമ്മൾ എന്തിനാണ് പോകുന്നത്? ലിമ എന്ന് ചോദിച്ചാൽ എന്തിന്, നദ്ഹബു നമ്മൾ പോകുന്നത്. ലിമ നദ്ഹബു നമ്മൾ എന്തിനാണ് പോകുന്നത്? ഇല സൂഖി അങ്ങാടിയിലേക്ക്. നസ്തരി മിൻ ഹുന നമുക്ക് ഇവിടെ നിന്നും വാങ്ങാം. അപ്പോൾ ഉമ്മ ചോദിക്കുന്നു, കൈഫ അതെങ്ങനെ? കൈഫ കൈഫ എന്ന് ചോദിച്ചാൽ എങ്ങനെ? ഇവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ വാങ്ങുക? സാധനം അങ്ങാടിയിലല്ലേ ഉണ്ടാവുക, അവിടെ പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഫവാസ് പറയുകയാണ്, ബസീത്ത് സിമ്പിൾ, അതൊക്കെ സിമ്പിളാണമ്മ. നത്ലുബു ബിൽ ജവാൽ നമുക്ക് ഫോണിൽ കൂടെ ആവശ്യപ്പെടാം. നമുക്ക് എന്ത് വേണമെന്ന് ഫോണിൽ കൂടെ ആവശ്യപ്പെട്ടാൽ മതി, എന്നാൽ സാധനം ഇവിടെ എത്തും എന്ന് പറയുകയാണ് ആര്? നമ്മുടെ ഫവാസ് അല്ലേ. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങാറുണ്ടല്ലേ സാധനങ്ങളൊക്കെ, ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വെബ്സൈറ്റുകളുണ്ട്. അതിൽ കൂടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ വാങ്ങാവുന്നതാണ്. അതേ രൂപത്തിൽ വാങ്ങാനാണ് ആര് പറയുന്നത്? ഫവാസ് പറയുന്നത്. പക്ഷേ ഉമ്മക്കതറിയില്ല. അങ്ങനെ അഖദ ഫവാസുൻ അൽ ജവാല വഖദ്ദമ ത്വലബ, ഫവാസ് മൊബൈൽ ഫോൺ എടുത്തു, എന്നിട്ട് ഈ ആവശ്യമുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തു. ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു? വാങ്ങാൻ വേണ്ടി വാങ്ങി അല്ലേ, അപ്ലിക്കേഷൻ കൊടുത്തു. അതായത് മൊബൈൽ ഫോണിൽ അത് എന്ത് ചെയ്യണം? ഇന്ന സാധനങ്ങളൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്ന് ചെയ്യണം അല്ലേ. അങ്ങനെ ഫവാസ് ചെയ്തു. ഫവാസ് അവിടെ ചെയ്യുകയാണ്. മൊബൈൽ ഫോൺ ടാബാണ് അവൻ്റെ കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് ഇവർക്ക് വേണ്ടത്? ലുഅബാത്താണ് അല്ലേ, കളിപ്പാട്ടങ്ങളാണ്. അപ്പോൾ ഫവാസ് എന്ത് ചെയ്തു? ലുഅബാത്ത് എന്ന് സെർച്ച് ചെയ്തു. നമുക്ക് എന്താണോ ആവശ്യം അത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അല്ലേ, അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സെർച്ച് അടിക്കുക. അപ്പോൾ കുറേ ലുഅബാത്തിൻ്റെ ഫോട്ടോ അവിടെ വരും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലുഅബാത്തിന് ടിക്ക് ചെയ്ത് കൊടുക്കുക.
ഇവിടെ ഫവാസ് ലോബാത്ത് എന്ന് അടിച്ചപ്പോൾ വന്നിരിക്കുന്ന ലോബാത്താണ്. ഇതൊക്കെ കളിപ്പാട്ടങ്ങളാണ്. ഏതൊക്കെ കളിപ്പാട്ടങ്ങളാണ് വന്നിരിക്കുന്നത്? ഒന്നൊരു ആദ്യം ഒരു ടെഡി ബെയർ അല്ലേ, അതിലൊരു ടിക്ക് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ ടിക്ക് ചെയ്യണം വേണമെങ്കിൽ. പിന്നെയോ ബിൽഡിംഗ് ബ്ലോക്സ്, പിന്നെ ചെസ്സ്, പിന്നെ ചെണ്ട, പിന്നെ ബോള്, ബാറ്റ്, ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഫവാസ് ടിക്ക് ചെയ്തത് ഏതിനൊക്കെയാണ്? നമ്മൾ ടെഡി ബെയറിന് ടിക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അതേപോലെ ഈ ബിൽഡിംഗ് ബ്ലോക്സ്, ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ബ്ലോക്കുകൾ, കട്ടകൾ, അതിനും ടിക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്സിനെ ടിക്ക് ചെയ്തോ? ഇല്ല, ചെസ് അവന് വേണ്ട. അതേപോലെ തൊബല്, ചെണ്ട, അതിനും ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോളിനോ? ഇല്ല, ബോള് അവരുടെ കയ്യിലുണ്ടാകും. ബാറ്റിന് ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, 4 സാധനങ്ങളാണ് അവർക്ക് വേണ്ടത്. അതിനൊക്കെ ടിക്ക് ചെയ്തു. എന്നിട്ട് സബ്മിറ്റ് അടിച്ചാൽ അവർക്ക് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരും അല്ലേ. ഈ സാധനങ്ങളൊക്കെ വീട്ടിലെത്തും. ഇനി ഇതിൻ്റെയൊക്കെ പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടെഡി ബെയറിന് എന്ത് പറയും? ദുമ്യത്ത്. ഈ ബ്ലോക്കിനോ? മുക്കഅബാത്ത്. ചെസ്സിന് ഷത്റഞ്ച്. ചെണ്ടക്ക് തൊബല്. ബോളിനോ? ത്വാബത്ത്, ക്രിക്കറ്റ് ബോൾ അല്ലേ, ത്വാബത്ത്. കുറത്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബോൾ എല്ലാ ബോളിനും കുറത്ത് എന്ന് പറയും. ഇത് ത്വാബത്ത്. ബാറ്റിന് മിൽറബ്. ഇത്രയും സാധനങ്ങളാണ് അവർ വാങ്ങിയത്. അങ്ങനെ അവർ വാങ്ങിയപ്പോൾ ഉമ്മ വന്നു. അപ്പോൾ ഉമ്മയോട് ഫവാസ് പറയുകയാണ്, മാമ ഖദ്ദം തു തലബ, ഞാൻ അപ്ലിക്കേഷൻ സമർപ്പിച്ചു, ഞാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതിൽ കൂടെ വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മക്ക് സന്തോഷമായി. ഉമ്മ വിചാരിച്ചു, ഇത് നല്ല ഐഡിയ ആണല്ലോ അല്ലേ, എന്നാൽ എനിക്കും കുറച്ച് സാധനങ്ങൾ ഇതിൽ കൂടെ വേണം. ഹസനൻ, ഉമ്മ പറയുകയാണ് ഹസനൻ. ഓക്കെ, ഹസനൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ. അഹ്താജു ഇല ബഅദിൽ അഷ്യാ, എനിക്കും ചില സാധനങ്ങൾ വേണം. അഹ്താജു, എനിക്ക് വേണം, ഇല ബഅദിൽ അഷ്യാ, ചില സാധനങ്ങൾ എന്നാര് പറഞ്ഞു? ഉമ്മ പറഞ്ഞു. അപ്പോൾ ഫാത്തിമയാണ് ചോദിക്കുന്നത് അല്ലേ, മാതാ യാ മാമ, എന്താണ് ഉമ്മ, എന്താണ് ഉമ്മാക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ഉമ്മ എന്താ പറയുന്നത്? അൽ ഫവാക്കിഹ് വൽ ഖദ്റാവാത്തു. എന്താണ് അൽ ഫവാക്കിഹ് വൽ ഖദ്റാവാത്തു എന്ന് പറഞ്ഞാല്? പച്ചക്കറികളും ഫ്രൂട്ട്സും അല്ലേ, അതാണ് എനിക്ക് വേണ്ടത് എന്നാര് പറഞ്ഞു? ഉമ്മ പറഞ്ഞു. അങ്ങനെ ഫവാസ് വേഗം അൽ ഫവാക്കിഹ് വൽ ഖദ്റാവാത്തു എന്ന് അടിച്ചു അല്ലേ. അപ്പോൾ കുറേ ഫ്രൂട്ട്സും പച്ചക്കറികളും അവിടെ സ്ക്രീനിൽ വന്നു. ആവശ്യമുള്ള ഫ്രൂട്ടിനും പച്ചക്കറിക്കും ടിക്ക് ചെയ്യണം. ആദ്യം വന്നിരിക്കുന്നത് ഏതാണ്? കറാവിലത്ത് അല്ലേ. എന്താ കറാവിലത്ത്? സ്ട്രോബെറി. ഫറാവിലത്ത് അല്ലേ. ഫറാവിലത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി, അതിന് ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറി അവർക്ക് വേണം. പിന്നെ അദസ് എന്ന് പറഞ്ഞാൽ എന്താ? പയറ് വേണ്ട, അതുകൊണ്ട് ടിക്ക് ചെയ്തിട്ടില്ല. പിന്നെ ബുർത്തുക്കാൽ, എന്താ ബുർത്തുക്കാല്? ഓറഞ്ച്, പേർക്കല്ല, ഓറഞ്ച്, നാരങ്ങ. പിന്നെ തൂത്ത് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബെറീസ്, വേണ്ടത് വേണ്ട. പിന്നെ ജുവാഫ എന്താ? പേരക്ക, അത് വേണം. അടുത്തത് ജസർ എന്താ? ക്യാരറ്റ് വേണോ? വേണ്ട. പിന്നെ ബാമിയ എന്താ? വെണ്ടക്ക, അതും വേണ്ട. കറ വേണം, എന്താ കറ? ചുരങ്ങ. അപ്പം ഇവർക്ക് വേണ്ടത് ഫറാവിലത്ത്, ബുർത്തുക്കാല്, ജുവാഫ, കറ, ഇത്രയും സാധനങ്ങളാണ്. അങ്ങനെ അതൊക്കെ ടിക്ക് ചെയ്തു. ഇനി നുഇദ്ദു ഖായിമത്തുൽ അശ്യാഇൽ മത്ലൂബ, അവരാവശ്യപ്പെട്ട വസ്തുക്കൾ നമുക്കിവിടെ എഴുതാം. എന്തിനൊക്കെയാണ് അവരാവശ്യപ്പെട്ടത് എന്നത് ഇവിടെ എഴുതാം. ഇതൊക്കെയാണ് അവരാവശ്യപ്പെട്ടത് അല്ലേ. കളിപ്പാട്ടങ്ങളിൽ ദുമ്യത്ത്, ടെഡി ബെയർ, പിന്നെ മുക്കഅബാത്ത്, ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ബ്ലോക്സ്, തൊബല്, ചെണ്ട, മിൽറബ്, ബാറ്റ്, ഇത്രയും സാധനങ്ങളാണ് കളിപ്പാട്ടങ്ങളിൽ അവർക്ക് വേണ്ടത്. ഇനി പച്ചക്കറികളിലും ഫ്രൂട്ടുകളിലുമോ? ഫറാവിലത്താണ്. ബുർത്തുക്കാല്, നാരങ്ങ അല്ലേ. ഫറാവിലത്ത് മീൻസ് സ്ട്രോബെറി. ജുവാഫ, പേരക്ക, കറ, ചുരങ്ങ, ഇത്രയും സാധനങ്ങളാണ് പച്ചക്കറികളിലും ഫ്രൂട്ടുകളിലുമായിട്ട് അവർക്ക് വേണ്ടത്. അതവിടെ അതേപോലെ എഴുതുക. ഇനിയോ നുമയ്യിസുൽ ഫവാക്കിഹ വൽ ഖളറാവാത്ത്, ഫ്രൂട്ടുകളും പച്ചക്കറികളും നമുക്ക് വേർതിരിച്ചെഴുതാം. അതായത് ഇവിടെ കുറേ ഫ്രൂട്ടുകളെയും പച്ചക്കറികളെയും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ ഫ്രൂട്ടുകളൊക്കെ
ഇവിടെ അൽ ഫവാക്കിഹു എന്ന് എഴുതിയിരിക്കുന്ന ഈ കോളത്തിലും പച്ചക്കറികളുടെ പേരുകളൊക്കെ അൽ ഹളറാവാത്ത് എന്ന് എഴുതിയ ഈ കോളത്തിലുമാണ് എഴുതേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ് ഫ്രൂട്ടുകൾ എന്ന് നോക്കാം. ഫ്രൂട്ടുകൾ ഫറാവിലത്ത് ഫ്രൂട്ടാണ്, പിന്നെയോ ബുർത്തുക്കാല് ഫ്രൂട്ടാണ്, തൂത്ത് ഫ്രൂട്ടാണ്, ജുവാഫത്ത് ഫ്രൂട്ടാണ്. 4 ഫ്രൂട്ട്സ് ആണുള്ളത്. പച്ചക്കറികൾ ഏതൊക്കെയാണ്? അദസ് പച്ചക്കറിയാണ്, അത് വേണ്ട. ജസർ പച്ചക്കറിയാണ്, ബാമിയ പച്ചക്കറിയാണ്, അത് വേണം. കറ പച്ചക്കറിയാണ്, കേട്ട് വേണ്ട. ഇത്രയും സാധനങ്ങൾ പച്ചക്കറിയാണ് അല്ലേ? അതൊക്കെ ഇവിടെ എഴുതാം. എവിടെ എഴുതാം? ഇവിടെ എഴുതാം. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതോടെ 1ാമത്തെ പാഠം കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് 2ാമത്തെ പാഠം എടുക്കാം. ഈ ഡ്രോണ്, നമ്മൾ ആദ്യം കണ്ട ഡ്രോണൊക്കെ ഈ പാഠത്തിലാണ് വരുന്നത്. ഇതെന്തിനാണ് വന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാം. ഓക്കെ.